Good morning, one and all. So, ഞാൻ പറയാൻ പോകുന്നത് 6.2 ഡിഫറൻഷ്യബിലിറ്റി ഓഫ് മോണോട്ടോൺ ഫംഗ്ഷൻസ് ലെബസ്ക്യൂ തിയറം. സോ ഫസ്റ്റ് അതിലുള്ള ഡെഫിനിഷൻ എ ക്ലോസ് ബൗണ്ടഡ് ഇൻ്റർവൽ ക്ലോസ്ഡ് സി ഡി is said to be non-degenerate provided c less than d. ദാറ്റ് ഈസ് c less than d ആവുന്ന കേസിൽ ക്ലോസ്ഡ് ബൗണ്ടഡ് ആയിട്ടുള്ള ഇൻ്റർവൽ സി ഡിനെ നമ്മൾ നോൺ ഡീജനറേറ്റ് എന്ന് പറയും. എക്സാമ്പിൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ -1 കൺസിഡർ ചെയ്യുക വിച്ച് ഈസ് ഈക്വൽ ടു സിംഗിൾട്ടൺ 1 ആണ്. അത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ്, പക്ഷേ അത് ഡീജനറേറ്റ് ആണ്. സിംഗിൾട്ടൺ വിച്ച് ഈസ് ഡീജനറേറ്റ്. അതേപോലെ നമ്മൾ ക്ലോസ്ഡ് ഇൻ്റർവൽ -2 -1 അത് കൺസിഡർ ചെയ്യുക. ഒരു -2 1 ആ ഇൻ്റർവൽ കൺസിഡർ ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു വിച്ച് റെഫർ എം ടി സെറ്റ് ആണ്. അതൊരു എം ടി സെറ്റ് ആണ്. അത് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ആണ്, പക്ഷേ അത് ഡീജനറേറ്റ് ആണ്, നോൺ ഡീജനറേറ്റ് അല്ല. അപ്പോൾ എം ടി സെറ്റും സിംഗിൾട്ടൺ സെറ്റും ഡീജനറേറ്റ് ആണ്, നോൺ ഡീജനറേറ്റിന് എക്സാമ്പിൾ ഇല്ല. ഇനി അടുത്ത ഡെഫിനിഷൻ എ കളക്ഷൻ എഫ് ഓഫ് ക്ലോസ്ഡ് ബൗണ്ടഡ് നോൺ ഡീജനറേറ്റ് ഇൻ്റർവൽ is said to be cover of a set E in the sense of Vitali provided for all x belongs to E and all epsilon greater than 0 there is an interval I belongs to F such that which contain x and length of I less than epsilon. So ഒരു സെറ്റ് ഈനെ കൺസിഡർ ചെയ്യുക. എഫിന് അതിൻ്റെ സെൻസ് ഓഫ് വിറ്റാലി ഓർ വിറ്റാലി കവർ എപ്പോഴാണ് പറയുക വെച്ചാൽ എഫ് ഒരു ക്ലോസ്ഡ് ബൗണ്ടഡ് നോൺ ഡീജനറേറ്റ് ഇൻ്റർവെല്ലാണ്. ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഇയിലുള്ള എല്ലാ എക്സിനും നമ്മളൊരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഇൻ്റർവെൽ കിട്ടും. ഐ ബിലോങ്സ് ടു എഫ് സച്ച് ദാറ്റ് വിച്ച് കണ്ടെയ്ൻ എക്സ് ആൻഡ് ലെങ്ത് ഓഫ് ഐ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. സോ ഈയിലുള്ള ഏതൊരു എക്സ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്കൊരു ഇൻ്റർവെൽ കിട്ടും. ഐ ബിലോങ്സ് ടു എഫ് സച്ച് ദാറ്റ് ഐ കണ്ടെയ്ൻസ് എക്സ് ആൻഡ് ലെങ്ത് ഓഫ് ഐ ലെസ് ദാൻ എപ്സിലോൺ ആണ്. നെക്സ്റ്റ് പറയുന്നത് വിറ്റാലി കവറിംഗ് ലെമ്മ. ലെറ്റ് ഇ ബി എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് നോൺ ഔട്ടർ കവർ ആൻഡ് എഫ് ഈസ് എ So, E be a set of finite outer measure and F is a collection of closed bounded intervals that covers E in the sense of Vitali. Then epsilon greater than 0, there is a finite disjoint subcollection set IK k from 1 to n of F for which m star of E minus union k is equal to n IK less than epsilon. സോ വിറ്റാലി കവറിംഗ് ലെമ്മ എന്താ പറയുന്നത് വെച്ചാൽ ഇ ബി എ സെറ്റ് ഓഫ് ഔട്ട് ഓഫ് മെഷർ ഫൈനൈറ്റ് എന്ന് വെച്ചാൽ എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ എപ്സിലോൺ ആണ്. എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ആൻഡ് ഓൾസോ എഫ് ഈസ് ദ കളക്ഷൻ. എഫ് എന്ന് വെച്ചാൽ അതിൻ്റെ വിറ്റാലി സെൻസ് ഓഫ് വിറ്റാലി ഓർ വിറ്റാലി കവറാണ്. ദാറ്റ് വിച്ച് എഫ് ഈസ് ബൗണ്ടഡ് ആണ്, ക്ലോസ്ഡ് ഇൻ്റർവെൽ ആണ്. ഈ നമ്മൾ ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 എടുക്കുകയാണെങ്കിൽ വി ഗെറ്റ് എ ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് സബ് കളക്ഷൻ വിച്ച് ഇസ് ഡിനോട്ടഡ് ആറ്റ് സെറ്റ് ഐ കെ ഫ്രം കെ ഈസ് ഈക്വൽ ടു 1 to n of f for which m star of E minus union k is equal to 1 to n I k less than epsilon. സോ ഈ എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഫൈനൈറ്റ് ഔട്ട് ഓഫ് മെഷർ 0 ആണ്. എഫ് അതിൻ്റെ വിറ്റാലി കവറാണ്. ഇനി ഒരു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്ക് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് സബ് കളക്ഷൻ ഓഫ് സെറ്റ് ഐ കെ കിട്ടും. സെറ്റ് ഐ കെ ഫ്രം 1 to n ആണ്. ഇനി ഈ ഇ എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് സബ് കളക്ഷൻ മൈനസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മെഷർ ലെസ് ദാൻ എപ്സിലോൺ. ഇതാണ് ഈ പറയുന്ന വിറ്റാലി ലെമ്മ പറയുന്നത്. ഇനി നമ്മൾ ഇതിൻ്റെ പ്രൂഫിലേക്ക് കിടക്കാം. സോ നമുക്കറിയാം ഇതിൻ്റെ ഔട്ട് ഓഫ് മെഷർ ഫൈനൈറ്റ് ആണ് എന്ന് വെച്ചാൽ എം സ്റ്റാർ ഓഫ് ഇ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്നുള്ളത് ഫസ്റ്റ് നമുക്ക് നമ്മളുടെ തിയറത്തിൽ തന്നെ കിട്ടും. സോ ഔട്ടർ മെഷർ പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കൊരു ഓപ്പൺ സെറ്റ് കിട്ടും വിച്ച് കണ്ടെയ്ൻ ഇ ഫോർ വിച്ച് എം ഓഫ് ഒ ലെസ് ദാൻ ഇൻഫിനിറ്റി എന്ന് വെച്ചാൽ ഒ എന്ന് പറയുന്നത് ഓപ്പൺ സെറ്റാണ് വിച്ച് കണ്ടെയ്ൻ ഇ മാത്രമല്ല അതിൻ്റെ മെഷർ എന്ന് വെച്ചാൽ ലെസ് ദാൻ ഇൻഫിനിറ്റി. പിന്നെ എഫ് ഒരു വിറ്റാലി കവർ ഓഫ് ഇ ആണ്. ആൻഡ് നമ്മൾ അസ്യൂം ചെയ്യും ഈച്ച് ഇൻ്റർവെൽ ഇൻ എഫ് കണ്ടെയ്നിങ് ഇൻ ഒ ബിക്കോസ് നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഈ സബ്സെറ്റ് ഓഫ് ഒ എന്ന് പറഞ്ഞ് പിന്നെ എഫ് അതിൻ്റെ വിറ്റാലി കവറാണ്. സോ എഫിലുള്ള എല്ലാ ഇൻ്റർവെലും ഈ പറയുന്ന ഓയിൽ ഉണ്ടായിരിക്കും. ഇഫ് ദർ ഈസ് എ ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് സബ് കളക്ഷൻ ഓഫ് എഫ് ദാറ്റ് കവേഴ്സ് ഇ ദെൻ ദ പ്രൂഫ് ഈസ് കംപ്ലീറ്റ്. സോ ഫസ്റ്റ് നമ്മൾ ഈ പറയുന്ന ഫൈനൈറ്റ് ഡിസ്ജോയിൻറ്റ് സബ് കളക്ഷൻ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞില്ലേ, അത് ഈനെ കവർ ചെയ്യുക എന്ന് വെച്ചാൽ ഈനെ കവർ ചെയ്യുക എന്ന് വെച്ചാൽ ഇ മൈനസ് യൂണിയൻ ഓഫ് കെ ഫ്രം 1 to n ഇ കെ അതിൻ്റെ യൂണിയൻ എന്ന് വെച്ചാൽ വിച്ച് ഗീവ്സ് ഈക്വൽ ടു 0 എന്ന് വെച്ചാൽ ലെസ് ദാൻ എപ്സിലോൺ ആണ്. സോ നമ്മൾ പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് എം സ്റ്റാർ ഓഫ് ഇ മൈനസ് യൂണിയൻ കെ ഫ്രം 1 to n ഇ കെ ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പ്രൂവ് ചെയ്യും.
ഫൈനൈറ്റ് ഡിസ്റ്റോയിൻറ്റ് സബ് കളക്ഷൻ ഓഫ് എഫ് ഈനെ കവർ ചെയ്യുന്ന കേസാണെങ്കിൽ, സോ നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത് ഈ പറയുന്ന ഫൈനൈറ്റ് ഡിസ്റ്റോയിൻറ്റ് സബ് കളക്ഷൻ ഓഫ് എഫ് ഈനെ കവർ ചെയ്യില്ല എന്നാണ് നമ്മൾ എടുക്കേണ്ടത്. So we inductively choose a disjoint countable subcollection set k equal to 1 to infinity of f as follows. Let I1 എന്ന് പറയുന്നത് such an interval ആണെന്ന് വിചാരിക്കുക. ഇനി നമ്മൾ എടുക്കുന്നത് I intersection I1 is equal to 5. I1 എന്ന് പറഞ്ഞ ഇൻ്റർവെല്ലിൻ്റെ ഇൻ്റർസെക്ഷൻ, ഇതിൽ ഒരുപാട് ഇൻ്റർവെൽസ് ഉണ്ടാവും. അപ്പം I1ഉമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യാത്ത കുറേ ഇൻ്റർവെൽസ് ഉണ്ടാവും. സോ അതിൻ്റെ ഇൻ്റർസെക്ഷൻ ഈസ് ഈക്വൽ ടു 5 ആണ് എടുക്കുക. ഇനി ഇതിൻ്റെ ലെങ്ത് നമ്മൾ കാണണം ആൻഡ് ഇതിൻ്റെ സുപ്രീമം, ദെൻ ഇതിൻ്റെ സുപ്രീമത്തിൻ്റെ സെറ്റ് എടുക്കുക വിച്ച് ഈസ് ഡിനോട്ടഡ് ഹാസ് S1. സോ S1 is equal to supremum of set length of I where I belongs to F and I intersection I1 which is equal to 5. Also if E does not a subset of I1 എടുക്കുക. ഇനി ഈ സബ്സെറ്റ് ഓഫ് I1 ആണ് വെച്ചാൽ എന്താ, ഈ I1 മതി ഈനെ കവർ ചെയ്യാൻ. സോ നമ്മളുടെ റിസൾട്ട് നമ്മൾ ഫസ്റ്റ് പറഞ്ഞ M സ്റ്റാർ ഓഫ് E മൈനസ് യൂണിയൻ K ഫ്രം 1 to N EK എന്ന് പറഞ്ഞ റിസൾട്ട് പ്രൂവായി. സോ നമ്മൾ എടുത്ത കേസ് കിട്ടി. പക്ഷെ നമുക്ക് എടുക്കേണ്ടത് ഈ പറയുന്ന ഫൈനൈറ്റ് ഡിസ്റ്റോയിൻറ്റ് സബ് കളക്ഷൻ ഈനെ കവർ ചെയ്യില്ല എന്ന രീതിയിലാണ് നമ്മൾ എടുക്കുന്നത്. സോ ഈ സബ്സെറ്റ് നോട്ട് എ സബ്സെറ്റ് ഓഫ് I1 എടുക്കാം. ഇനി അടുത്തത് choose I2 belongs to F such that I1 intersection I2 is equal to 5 and length of I2 greater than 1/2 S1. I1 കവർ ചെയ്യുന്നത്. സോ സിമിലർലി I1 ഇൻ്റർസെക്ഷൻ I2 എടുത്ത് വിച്ച് ഈസ് ഈക്വൽ ടു 5. ഇനി ഇതേപോലെ നമ്മൾ നേരത്തെ S1 ഡിനോട്ട് ചെയ്ത പോലെ ഇനി S2 എന്ന് പറഞ്ഞ സെറ്റ് എടുക്കുക. സുപ്രീമം ഓഫ് ലെങ്ത് ഓഫ് I ബിലോങ്സ് ടു F ആൻഡ് I ഇൻ്റർസെക്ഷൻ I1 യൂണിയൻ I2 വിച്ച് ഈസ് ഈക്വൽ ടു 5. അത് നെക്സ്റ്റ് ഇഫ് E നോട്ട് എ സബ്സെറ്റ് ഓഫ് I1 യൂണിയൻ I2, നമ്മൾ നേരത്തെ എടുത്ത അതേ കേസിനാണ്, അതുപോലെ തന്നെയാണ് I1 യൂണിയൻ I2 ഇനി ഈനെ കവർ ചെയ്യുകയാണെന്ന് വെച്ചാൽ നമ്മളെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. സോ നമ്മൾ എടുക്കുക I1 യൂണിയൻ I2 ഈനെ കവർ ചെയ്യില്ല. സോ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഒരു I3 കണ്ടുപിടിക്കാൻ പറ്റും സച്ച് ദാറ്റ് I3 ഇൻ്റർസെക്ഷൻ I1 യൂണിയൻ I2 വിച്ച് ഈസ് ഈക്വൽ ടു 5 ആൻഡ് സോ ഓൺ. ഇങ്ങനെ ഒരു സീക്വൻസ് തന്നെ നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ആ സീക്വൻസ് ആണ് ഇവിടെ തന്നത്. Sequence IK of disjoint interval of E such that ഓക്കെ. ഇനി നെക്സ്റ്റ് സിൻസ് യൂണിയൻ IK സബ്സെറ്റ് ഓഫ് O ആണ്. നമ്മൾ ഓൾറെഡി എടുത്ത് എഫിലുള്ള എല്ലാ ഇൻ്റർവെൽസും ഓയിലുണ്ടാവും. സോ അതിൻ്റെ യൂണിയനും ഡെഫിനിറ്റ് ആയിട്ടും ഓയിലുണ്ടാവും. ഇനി അതിൻ്റെ മെഷർ പ്രോപ്പർട്ടി പ്രകാരം M ഓഫ് യൂണിയൻ IK വിച്ച് ഈസ് ഈക്വൽ ടു സമ്മേഷൻ K ലെങ്ത് ഓഫ് IK വിച്ച് ഈസ് ലെങ്സ് ദാൻ M ഓഫ് O വിച്ച് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. സോ നമുക്ക് കിട്ടി സമ്മേഷൻ K ലെങ്ത് ഓഫ് IK ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. എന്ന് വെച്ചാൽ ഈ പറയുന്ന സീരീസ് സമ്മേഷൻ K ലെങ്ത് ഓഫ് IK എന്ന് പറയുന്ന സീരീസ് കൺവേർജൻറ്റ് ചെയ്യും. സോ അതിന് കറസ്പോണ്ടിങ് ആയി നമുക്കൊരു N കാണാൻ പറ്റും സച്ച് ദാറ്റ് സമ്മേഷൻ N+1 ഇൻഫിനിറ്റി ലെങ്ത് ഓഫ് IK ലെസ് ദാൻ ε/K ആണ്. നമ്മൾ പറഞ്ഞ് അത് കൺവേർജ് ചെയ്യും. സോ നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് എന്തായാലും ഒരു Nനെ കാണാൻ പറ്റും. ഇനി നമ്മൾ എടുക്കുകയാണെങ്കിൽ R ഈസ് ഈക്വൽ ടു E മൈനസ് യൂണിയൻ K ഫ്രം 1 to N IK. സോ ഈ പറയുന്ന നമുക്ക് തന്ന സ്റ്റേറ്റ്മെൻറ്റ് പറയുന്ന M സ്റ്റാർ ഓഫ് E മൈനസ് യൂണിയൻ K ഈക്വൽ ടു 1 to N IK ആണ്. അതാണ് നമ്മളിവിടെ R ആക്കി എടുത്തത്. സോ നമുക്ക് ഇനി എന്താ പ്രൂവ് ചെയ്യേണ്ടത്, M സ്റ്റാർ ഓഫ് R ലെസ് ദാൻ എപ്സിലോൺ എന്ന് കാണിച്ചാൽ മതി നമ്മുടെ പ്രൂഫിന് വേണ്ടിയിട്ട്. ലെറ്റ് x belongs to R എടുക്കുക. So that is x belongs to E and x does not belongs to union K from 1 to N IK. That is x does not belongs to I1, I2, etc. up to IN. Since ഈ പറയുന്ന I1, I2, etc. IN ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഫൈനൈറ്റ് യൂണിയനും ക്ലോസ്ഡ് ആയിരിക്കും. അപ്പോൾ IK are closed and x does not belongs to union K from 1 to N IK, which implies x is not a limit point of union K is equal to 1 to N IK. Now x belongs to E and F is the Vitali cover of E. So there exists a I belongs to F such that x belongs to I and length of I is small so that does not intersect with I1, I2, etc. up to IK. So x belongs to E ആണെടുത്ത് നമ്മൾ x belongs to E, അതേപോലെ F വിറ്റാലി കവർ ഓഫ് E ആണ് എടുത്ത്. സോ ദർ എക്സിസ്റ്റ് എഫിൽ I ഉണ്ടായിരിക്കും സച്ച് ദാറ്റ് x ബിലോങ്സ് ടു I ആൻഡ് ലെങ്ത് ഓഫ് I സ്മോൾ സോ ദാറ്റ് ബാക്കിയുള്ള I1, I2, etc. IK ആയിട്ട് ഈ പറയുന്ന I ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. എന്ന് വെച്ചാൽ I ഇൻ്റർസെക്ഷൻ IK വിച്ച് ഈസ് ഈക്വൽ ടു 5 ആയിരിക്കും. അതേപോലെ ഒരു I1, I2, etc. IK ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല എന്ന് വെച്ചാൽ അതിൻ്റെ യൂണിയൻ ആയിട്ടും അത് ഇൻ്റർസെക്റ്റ് ചെയ്യില്ല. ദാറ്റ് ഈസ് I ഇൻ്റർസെക്ഷൻ യൂണിയൻ K ഫ്രം 1 to N IK വിച്ച് ഈസ് ഈക്വൽ ടു 5.
ദാറ്റ് ഈസ് ലെങ്ത് ഓഫ് ഐ ലെസ് ദാൻ എസ് എൻ. എസ് എന്നിനെ നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തു. സുപ്രീമം ഓഫ് ലെങ്ത് ഓഫ് ഐ വിച്ച് ഡസ് നോട്ട് ഇൻ്റർസെക്ട് വിത്ത് അതർ ഇൻ്റർവെൽസ് എന്നുള്ള അത് നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തതാണ്. എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ഐ ലെസ് ദാൻ എസ് എൻ. മാത്രമല്ല നമ്മളൊരു പുതിയ സീക്വൻസ് നേരത്തെ കണ്ടില്ലേ, എന്ന് വെച്ചാൽ ഓരോന്നായിട്ട് ഇൻ്റർസെക്ട് ചെയ്യാത്ത വെച്ച് നമ്മൾ പുതിയ S1 S2 എക്സെട്ര അപ് ടു എന്നുള്ള സീക്വൻസ് കണ്ടു. സോ ലെങ്ത് ഓഫ് ഐ കെ ലെസ് ദാൻ എസ് എന്ന് വെച്ചിട്ട് നമുക്ക് നേരത്തെ ഒരു സീക്വൻസ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എസ് എന്ന് വെച്ചാൽ സുപ്രീമം ഓഫ് ലെങ്ത് ഓഫ് ഐ വിച്ച് ഡസ് നോട്ട് ഇൻ്റർസെക്റ്റ് വിത്ത് I1 I2 എന്നുള്ള രീതിയിൽ നമ്മൾ നേരത്തെ ഒരു സീക്വൻസ് ഡിഫൈൻ ചെയ്ത്. മാത്രമല്ല ആ സീക്വൻസ് നമുക്ക് കിട്ടി സീക്വൻസ് ഐ കെ ഓഫ് ഡിസ്ജോയിൻറ്റ് കളക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഐ കെൻ്റെ ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള ഒരു സീക്വൻസ് നമുക്ക് കിട്ടി. അതിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് കിട്ടുന്നതാണ് ഈ എസ് എന്ന് പറയുന്നത് ലെസ് ദാൻ 12 ഇൻറ്റു 2 ഓഫ് ലെങ്ത് ഓഫ് ഐ എൻ പ്ലസ് 1 എന്നുള്ളത്. ദാറ്റ് ഈസ് സമ്മേഷൻ ഫ്രം 1 നമുക്ക് കിട്ടി. ഫ്രം 1 നമുക്ക് കിട്ടുന്നുണ്ട് സമ്മേഷൻ n പ്ലസ് 1 ഇൻഫിനിറ്റി ലെങ്ത് ഓഫ് ഐ കെ ലെസ് ദാൻ എപ്സിലോൺ ബൈ കെ. ദിസ് ഈസ് ഡിനോട്ടഡ് ഹാസ് എന്ന് വെച്ചാൽ 1 നമുക്ക് കിട്ടിയിട്ടുണ്ട് സമ്മേഷൻ ലെങ്ത് ഓഫ് ഐ കെ ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ഐ കെ കൺവേർജസ് ടു 0 ഹാസ് കെ ടെൻസ് ടു ഇൻഫിനിറ്റി. ഈ പറയുന്ന സമ്മേഷൻ ലെങ്ത് ഓഫ് ഐ കെ എന്ന് വെച്ചാൽ സമ്മേഷൻ ലെങ്ത് ഓഫ് ഐ കെ എന്ന് വെച്ചാൽ വലിയൊരു നമ്പറാണ്. സോ അത് ടെൻസ് ടു 0 എന്ന് വെച്ചാൽ അത് ചെറുതായി വരും. ദെൻ ഓഫ് കോഴ്സ് ഈ പറയുന്ന ഐ എന്തായാലും ഏതെങ്കിലും ഒരു ഐ കെനോട് ഇൻ്റർസെക്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ഐ ഇൻ്റർസെക്റ്റ് വിത്ത് സം ഐ കെ ഫോർ കെ ഗ്രേറ്റർ ദാൻ എൻ. ലെറ്റ് എൻ ബി ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റർ സച്ച് ദാറ്റ് ഐ ഇൻ്റർസെക്ഷൻ യൂണിയൻ കെ ഈസ് ഈക്വൽ ടു 1 to n-1 ഐ കെ ഈസ് ഈക്വൽ ടു 5 എന്ന് വെച്ചാൽ n-1 വരെ ഐ കെ വരുന്ന കേസിൽ അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ലെറ്റ് എൻ ബി ദ സ്മോളസ്റ്റ് പോസിറ്റീവ് ഇൻറ്റിജർ വിച്ച് intersect with I എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ n-1 എന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ള കേസിൽ വിച്ച് ഈസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് ഐ വിച്ച് ഈസ് ഈക്വൽ ടു MT എന്നാണ് എടുക്കുന്നത്. സോ ലെങ്ത് ഓഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ n-1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത് ഓഫ് ഐ എൻ വിച്ച് ഈസ് ഡിനോട്ടഡ് ഹാസ് 2. ഇനി സിൻസ് x belongs to I and I intersection I n not equal to 5 അത് നമുക്ക് കിട്ടി. ദർ ഈസ് എ കോമൺ പോയിന്റ്. അത് ഇംപ്ലൈ ചെയ്യുന്നത് ദർ ഈസ് എ കോമൺ പോയിന്റ് ഇൻ ഐ ആൻഡ് ഐ എൻ. ഇറ്റ് ഫോളോസ് ദാറ്റ് ദ ഡിസ്റ്റൻസ് ഫ്രം എക്സ് ടു ദ മിഡ് പോയിന്റ് ഓഫ് ഐ എൻ ഈസ് ഓൾമോസ്റ്റ് അറ്റ്മോസ്റ്റ് ലെങ്ത് ഓഫ് ഐ പ്ലസ് ഹാഫ് ലെങ്ത് ഓഫ് ഐ എൻ ആണ്. എന്ന് വെച്ചാൽ സോ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് 2 പോയിൻറ്റ്സ് ആണ്. ലെറ്റ് ഇറ്റ് ബി ദിസ് ആൻഡ് ലെറ്റ് ഇറ്റ് ബി ദിസ്. സോ ഐ എൻ ആണ് ഇത് ആൻഡ് ഇത് എന്ന് വെച്ചാൽ അതിൻ്റെ ഐ ആണ്. ആൻഡ് ഐ എൻ ഇൻ്റർസെക്ഷൻ ഐ ഏതെങ്കിലും ഒരു പോയിൻ്റ് അത് ഇൻ്റർസെക്റ്റ് ചെയ്ത് മതി. അതാണ് നമ്മൾ ഇതായിട്ട് ഡിനോട്ട് ചെയ്തത്. സോ ഇതിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ നമുക്കറിയാം ലെങ്ത് ഓഫ് ഐ ആണ്, ലെങ്ത് ഓഫ് ഐ എൻ ആണ്. അതേപോലെ ഇതിൻ്റെ ലെങ്ത് ഇതിൻ്റെ മിഡ് പോയിൻ്റിൽ നിന്ന് ഇതുമായിട്ടുള്ള ലെങ്ത് ഹാഫ് ലെങ്ത് ഓഫ് ഐ എൻ ആണ്. സോ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് എന്ന് വെച്ചാൽ കൂടിപ്പോയാൽ വരാം ഹാഫ് ലെങ്ത് ഓഫ് ഐ എൻ പ്ലസ് ലെങ്ത് ഓഫ് ഐ എൻ ആണ് ഇതിൻ്റെ ലെങ്ത് കൂടിപ്പോയാൽ കിട്ടുക. സോ ഫ്രം സോ അതിൻ്റെ ലെങ്ത് ഓഫ് ഐ പ്ലസ് ഹാഫ് ലെങ്ത് ഓഫ് ഐ എൻ ആണ്. ഫ്രം 2 നേരത്തെ നമ്മൾ ഡിനോട്ട് ചെയ്തത് ലെങ്ത് ഓഫ് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ n-1 വിച്ച് ഈസ് ഈക്വൽ ടു 2 ലെങ്ത് ഓഫ് ഐ എൻ നമ്മൾ നേരത്തെ പറയുന്നുണ്ട്. സോ അതിന്ന് നമുക്ക് കിട്ടി ഈ ലെങ്ത് ഓഫ് ഐ എന്ന് വെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇൻറ്റു ലെങ്ത് ഓഫ് ഐ എൻ ആണ് പ്ലസ് ഹാഫ് ലെങ്ത് ഓഫ് ഐ വിച്ച് ഈസ് ഈക്വൽ ടു 5/2 ലെങ്ത് ഓഫ് ഐ. എക്സ് ബിലോങ്സ് ടു ജെ. ഇനി നമ്മളൊരു ഇൻ്റർവെൽ കൺസിഡർ ചെയ്യും. 5/2 ലെങ്ത് ഓഫ് ഐ എൻ ആണല്ലോ. സോ ഈ പറയുന്നത് ഡിനോട്ട് ചെയ്യുന്നതാണ് ലെറ്റ് ഇറ്റ് ബി ജെ എൻ ഹാവിങ് ദ സെയിം മിഡ് പോയിന്റ് ഓഫ് ജെ എൻ ആൻഡ് 5 times ദ ലെങ്ത്. ഈ പറയുന്ന ജെ എൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ നമ്മൾ എടുത്തതിനെക്കാട്ടി 5 times ആണ്. സോ എക്സ് ബിലോങ്സ് ടു ആർ ആർബിറ്ററി വി ഹാവ് ആർ സബ്സെറ്റ് ഓഫ് യൂണിയൻ n+1 ടു ഇൻഫിനിറ്റി ജെ കെ. എം സ്റ്റാർ ഓഫ് ആർ എന്ന് വെച്ചാൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സമ്മേഷൻ n+1 ടു ലെങ്ത് ഓഫ് ജെ എൻ ആണ്. ലെങ്ത് ഓഫ് ജെ എന്ന് വെച്ചാൽ 5 times ഓഫ് ലെങ്ത് ഓഫ് ഐ എൻ ആണ്. സോ സമ്മേഷൻ n+1 ഇൻഫിനിറ്റി 5 ലെങ്ത് ഓഫ് ഐ എൻ 5 ലെങ്ത് ഓഫ് ഐ എന്ന് വെച്ചാൽ സമ്മേഷൻ n+1 ഇൻഫിനിറ്റി 5 ഇൻറ്റു എപ്സിലോൺ ബൈ എഫ് ആണ്. എന്ന് വെച്ചാൽ സമ്മേഷൻ n+1 ഐ എൻ്റെ ലെങ്ത് ആണ് എപ്സിലോൺ ബൈ 5 വിച്ച് ഗിവ്സ് എപ്സിലോൺ. സോ എം സ്റ്റാർ ഓഫ് ആർ ലെസ് ദാൻ എപ്സിലോൺ ആണ്. ആർ എന്ന് വെച്ചാൽ നമ്മൾ എടുത്തത് ഇ മൈനസ് യൂണിയൻ കെ ഫ്രം 1 to n ഐ കെ ലെസ് ദാൻ എപ്സിലോൺ. സോ ദ ലെമ്മ ഈസ് പ്രൂവ്ഡ്.